വേടനെ ഒഴിവാക്കാനാണോ വേടനെ ഒഴിവാക്കണോ എന്നതാണ് ചോദ്യം. വേടനെ ഒഴിവാക്കണോ സുജയ? വേടനെ ഒരു സിലബസിൽ നിന്ന് ഒഴിവാക്കിയാൽ വേടൻ ഈ ഒരു നമ്മുടെ കലാപരിസരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് ഇല്ലാതാകുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നല്ല പുറത്തേക്കുമൊക്കെ ഇപ്പോൾ വേടൻ എത്രത്തോളം സ്വീകാരനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് ഭാഷകളിലടക്കം വേടൻ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ BA മലയാളം സിലബസിൽ നിന്ന് ആ 3ാം സെമസ്റ്ററിൽ നിന്ന് പുറത്തായതുകൊണ്ട് അതിലെ ഒരു പാഠഭാഗമായി ആ വേടൻ്റെ കലാരൂപം, ആ ഒരു റാപ്പ് സംഗീതം വന്നില്ല എന്നതുകൊണ്ട് വേടൻ ഒഴിവാക്കപ്പെടും, അങ്ങനെ ചിന്തിക്കുന്നത് ഒരു തെറ്റായ ധാരണയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വേടനെ ഒഴിവാക്കണോ എന്ന് ചോദിച്ചാൽ വേടനെ ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഈ പാഠഭാഗത്ത് നിന്ന് വേടനെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണ കമ്മിറ്റിയെ വെക്കുകയും ആ കമ്മിറ്റി അതിൻ്റെ ശുപാർശകൾ കൊടുക്കുകയും അത് ഇപ്പോൾ ഒരു റിപ്പോർട്ടായി പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ MM ബഷീർ, റിട്ടയർഡ് പ്രൊഫസർ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അദ്ദേഹമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. MM ബഷീർ കമ്മീഷൻ ഈ പാട്ടുകൾ ഒഴിവാക്കണം എന്നതാണ് എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ. മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്കിൽ പോലും ഒഴിവാക്കണമെന്ന കൺക്ലൂഷനിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. താരതമ്യ പഠനം വിദ്യാർത്ഥികൾക്ക് അസാധ്യമാണ് എന്നതാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇത് പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കാൻ ഉള്ള കഴിവില്ല, അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തിയില്ല എന്നതാണ് ഈ ഫൈൻഡിംഗായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒഴിവാക്കുന്നു, അല്ലാതെ മറ്റു കാരണങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. അല്ലെങ്കിൽ സാമൂഹികമായി എന്താണ് ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള വിശദമായ ഒരു പഠനമൊന്നും ആ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നതാണ്. മാത്രമല്ല വേടൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള പഠനവും അല്ലെങ്കിൽ ഗൗരിലക്ഷ്മി എന്ന വ്യക്തിയെക്കുറിച്ചുള്ള പഠനവും അവരുടെ പ്രസന്റേഷൻ രീതിയെക്കുറിച്ചുള്ള പഠനവും അതൊന്നും ഈ കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ ചാൻസലറുടെ നിർദ്ദേശപ്രകാരം VC ഡോക്ടർ P രവീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിച്ചത് എങ്ങനെയാണ് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൽ 5 പരാതികളാണ്. അതിൽ ഒന്നാണ്, അതാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അങ്ങനെ വേണമല്ലോ, കാരണം ഒരു ഭാഗത്ത് വേടനാകുമ്പോൾ മറുഭാഗത്ത് BJPയും സംഘപരിവാറും ഒക്കെ വരണമല്ലോ, എന്നാലല്ലേ ആ ചേരുവ, ആരോപണത്തിന്റെ ചേരുവ കൃത്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ജിമ്മി ജെയിംസ് പറഞ്ഞ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ട എന്നുള്ള ധ്വനിയുള്ള ആ ഭാഗത്തോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം ഈ പരാതി അയച്ചിരിക്കുന്നതിൽ ഒരാൾ മാത്രമാണ്, അനുരാജ് AK എന്ന് പറയുന്നയാൾ. 11-ാം തീയതി കൊടുത്ത പരാതിയാണ്. അല്ല, രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിയോജിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആൾ അഭിഷേക് പള്ളിക്കരയാണ്, ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി കൊടുത്തിരിക്കുന്ന പരാതി. ഇത് രണ്ടും ഒരേ ദിവസമാണ് ഈ പരാതികൾ വന്നിരിക്കുന്നത്. 3ാമത്തെ പരാതി സെനറ്റ് അംഗമായ ഹരീഷിൻ്റെതാണ്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടേതാണ് അടുത്തത്. പിന്നൊന്ന് രാജീവ് കുമാർ VT. അങ്ങനെ 5 പരാതികൾ വന്നു. ആ പരാതികളിൽ വേടന്റെ പാട്ട് സിലബസിൽ നിന്ന് മാറ്റുക എന്നത് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തേത് വേടന്റെ ഭൂമിയിൽ ഞാൻ വാഴുന്നിടം എന്ന ഗാനം അത് സിലബസിൽ നിന്ന് ഒഴിവാക്കണം. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന കാര്യമാണ് ഇവിടെ ജിമ്മി സാറ് ചൂണ്ടിക്കാട്ടിയത്. പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ പാഠഭാഗമാക്കണം എന്നതാണ് മറ്റൊരു ആവശ്യമായി കൂട്ടിച്ചേർക്കുന്നത്. അതായത് വേടനെ ഒഴിവാക്കുക മാത്രമല്ല, അവിടെ ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടാകണം. ആ റീപ്ലേസ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി ഈ കവിതകളുടെ അല്ലെങ്കിൽ ഗൗരിലക്ഷ്മിയുടെ പാട്ടിന്റെ കുചേലവൃത്തം കഥകളിയിലെ അജിത ഹരേ മാധവ എന്ന പദം, അതൊരു പദമാണ്, കഥകളി പദമാണ്. അപ്പോൾ ആ കഥകളി പദത്തെ തൻ്റെതായ രീതിയിൽ പുനരാവിഷ്കരിക്കുകയാണ് ഗൗരി ചെയ്തത്. ആ പുനരാവിഷ്കരിച്ച ഭാഗം ആവർത്തിച്ച് സ്റ്റേജുകളിൽ ഇന്നത്തെ തലമുറ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഥകളി പദങ്ങൾ ഇഷ്ടപ്പെടുന്ന, കഥകളി സംഗീതം ഇഷ്ടപ്പെടുന്ന ആളുകളും ഈ താളവും അതിലേക്ക് കൂടി ലയിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഗൗരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലോറിൽ തന്നെ 2 തവണ ഈ അജിത ഹരേ മാധവ ഗൗരി വന്ന് ആലപിച്ചിട്ടുണ്ട്. ഒരു തവണ നമ്മുടെ എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോയിലും, ഒന്ന് നമ്മുടെ വാർഷിക പരിപാടിയിലും. ഈ 2 തവണയും ഗൗരി ഇവിടെ വന്ന് ആലപിച്ചിട്ടുണ്ട്. അന്നും ഈ രീതിയിൽ ഗൗരിക്കെതിരെ വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ സൈബർ ലോകത്തുണ്ടായത് നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അവതരണ രീതിയോടുള്ള, അല്ലെങ്കിൽ ഗൗരി പറയുന്ന രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ്, ഗൗരിയോടുള്ള വിയോജിപ്പ്. കാരണം ഒരു നമ്മൾ പറയുമല്ലോ ആംഗ്രി യങ് മാൻ എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആംഗ്രി യങ് വുമൺ ഒരു പോർട്രയലാണ് ഗൗരിലക്ഷ്മിക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരെ വ്യക്തിപരമായി എതിർക്കുന്നത്. എന്തായാലും നമ്മൾക്ക് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പരിശോധനയിൽ ആദ്യം പരിശോധിച്ചത് സിലബസിനെ കുറിച്ചാണ്. സിലബസ് എന്ന് പറയുമ്പോൾ BA മലയാളത്തിന്റെ സിലബസ് എങ്ങനെയാണ് വേണ്ടത്, ആധുനിക മലയാള സാഹിത്യം അത് കുട്ടികൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേക്കുറിച്ചുള്ള ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഇത് ചേരുക എന്നതാണ് നോക്കുന്നത്. കാരണം പ്രാചീന സാഹിത്യവും ആധുനിക സാഹിത്യവും 2 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അത് ഈ പഠന പദ്ധതിയുടെ ഭാഗമാണ്. BA മലയാളത്തിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ അക്കാദമിക വിദഗ്ധർ ഈ സിലബസിലേക്ക് കൂട്ടിച്ചേർക്കലുകൾ നടത്തുമ്പോൾ അക്കാദമിക വിദഗ്ധരുമായി എത്രത്തോളം ആലോചിച്ചിരുന്നു എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഒരു സബ്ജക്റ്റ്, ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴേക്കും ദ വർക്ക്സ് ഓഫ് എ പേഴ്സൺ ബൈ എനി യൂണിവേഴ്സിറ്റി ഹാസ് ടു ബി ഡൺ ത്രൂ എ സീരീസ് ഓഫ് അക്കാഡമിക് ഡിസ്കഷൻസ് എന്നാണ് മാനുവലിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് അക്കാഡമിക് ഡിസ്കഷൻസ് ഈ 2 ഭാഗങ്ങളും ഉൾപ്പെടുത്തുന്നതിൽ നടത്തിയിട്ടുണ്ടോ,
അതായത് സിൻഡിക്കേറ്റ്, അക്കാദമിക് കൗൺസിൽ ഇതിലൊക്കെ ചർച്ചയ്ക്ക് എത്രത്തോളം വന്നിട്ടുണ്ട്, അതോ കുറച്ചുപേരുടെ മാത്രം താല്പര്യമായി ഇത് ഉൾപ്പെടുത്തുകയായിരുന്നോ എന്ന ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. അത് ആ സർവകലാശാലയിൽ നടന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് ബോധ്യമായത് അതാണ്. ഇവിടെ വേടന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രോ ദളിത് ആൻഡ് ആന്റി ദളിത്, ഈ രണ്ട് നറേറ്റീവുകളാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളിലൊന്നും വേടന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ദളിത് സംഗീതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദളിത് ആക്ടിവിസത്തെക്കുറിച്ചൊന്നും ആരും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതൊന്നും ആയിരുന്നില്ല ഇവിടെ പരാതി. സന്ദേശം നൽകും. തെറ്റായ സന്ദേശം എന്ന് പറയുന്നത് ദളിതർക്കെതിരായ സന്ദേശം എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റല്ലേ? പിന്നെന്താണ്? തെറ്റായ സന്ദേശം എന്ന് പറയുന്നത് ഈ വേടന്റെ സംഗീതം, അത് വേടൻ എത്രത്തോളം വേടന്റെ സംഗീതം ഇതിൽ ഉൾപ്പെടുത്തുന്നതിൽ യോഗ്യമാണ് എന്നതാണ്. ആ യോഗ്യതയെക്കുറിച്ചാണ് ആ ചോദ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ദളിതർക്കെതിരായ ഒരു ആക്ടിവിസം ആണ്, ആന്റി ദളിതാണ് എന്ന രീതിയിൽ ആ ചോദ്യങ്ങളിൽ ഞാൻ കണ്ടില്ല. താങ്കളുടെ സമയത്ത് താങ്കൾക്ക് സമർത്ഥിക്കാമല്ലോ. ഓക്കെ, ഞാനത് പറഞ്ഞൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ ചെറിയ പ്രായത്തിൽ ലഹരി ഉപയോഗിച്ചു, അത് വേടൻ തന്നെ വെളിപ്പെടുത്തിയതാണ്. നമ്മുടെ അഭിമുഖത്തിലടക്കം ഈ കേസായപ്പോൾ അദ്ദേഹം തന്റെ ഫ്ളാറ്റിൽ നിന്ന് ലഹരിമരുന്ന് അടക്കം വേടനെയും സുഹൃത്തുക്കളെയും പിടിച്ച സംഭവം നമ്മൾ കണ്ടതാണ്. അതിലെന്താണ് പിന്നീട് നടന്ന കാര്യങ്ങളെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വേടൻ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഹിരൺദാസ് മുരളി എന്ന വേടൻ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഞാൻ ചെറിയ പ്രായം മുതൽ തന്നെ അതായത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ലഹരി ഉപയോഗിച്ചു വന്ന ഒരാളാണ്, ലഹരി ഉപയോഗം നടത്തിയിട്ടുണ്ട്. അതിലയാൾ പശ്ചാത്തപിക്കുമ്പോൾ ആ പശ്ചാത്താപം, ആ കുറ്റബോധം ഭാവിയിൽ ആ തെറ്റാവർത്തിക്കാതിരിക്കുന്നില്ലേ? കാരണം നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരു യൂത്ത് ഐക്കണായി വളർന്നുകൊണ്ടേയിരിക്കും വേടൻ. ഇപ്പോഴും ആ ഒരു വളർച്ചയുടെ ഒരു ഘട്ടമാണ് വേടൻ്റേത്. ഈ 30 വയസ്സായി വേടനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വളർച്ചയുടെ ഘട്ടമാണ്. കാരണം ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് അയാൾക്ക് പോകാനുള്ള സമയമാണ് ഇനി നിൽക്കുന്നത്. അപ്പോൾ അയാൾ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന എന്നെ കേട്ടിരിക്കുന്ന ചെറിയ കുട്ടികൾ മുതലുള്ളവരുണ്ട്, അവരാരും ഇങ്ങനെ ആയി പോകരുത് എന്ന് അയാൾ പറയുന്നതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം അയാൾ അത് തെറ്റ് തിരുത്താൻ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അയാൾ തന്നെ സമ്മതിക്കുകയാണ്. ആരും ആട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല. താങ്കളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാരം അയാളെ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, മദ്യം ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ ആരും ചിത്രീകരിക്കുന്നില്ല. അയാൾ തന്നെ ഓപ്പൺ അഡ്മിഷനാണ്, അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറയുകയാണ്, ഈ വേടനെതിരായ എതിർപ്പിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞ് ഈ സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്റെ കൗണ്ടർ അതല്ലേ ഞാൻ ചോദിക്കുന്നത്. അത് ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ വേടനെ എന്ത് പറഞ്ഞാലും ഇപ്പുറത്ത് സംഘപരിവാറാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദളിതനും ദളിതരല്ലാത്തവരും അങ്ങനെയുള്ള ഒരു ജാതീയമായിട്ടുള്ളൊരു വേർതിരിവ് ഉണ്ടാക്കേണ്ട കാര്യം ഈ വിഷയത്തിലുണ്ടോ എന്നതുകൂടി നമ്മൾ നോക്കണം. കാരണം എം എം ബഷീറിന്റെ ഒരു പശ്ചാത്തലം കൂടി നോക്കൂ. എം എം ബഷീർ ആരാണ്? എം എം ബഷീറിന്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്നതുകൂടി നമ്മൾ നോക്കണം. അദ്ദേഹത്തിന്റെ 40-ലധികം വിമർശനാത്മക കൃതികൾ. എന്താണ് സാഹിത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറും ഒരു അധ്യാപകൻ മാത്രമല്ല, വിമർശനാത്മകമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അക്കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം 2022 ലഭിച്ചയാളാണ് എം എം ബഷീർ. മാത്രമല്ല അദ്ദേഹത്തിന്റെ മതത്തിൽ മാത്രമല്ല മറ്റു മതങ്ങളിലെ കൃതികളെക്കുറിച്ചും പഠിച്ച് അതേക്കുറിച്ച് പരമ്പരകൾ പത്രങ്ങളിലടക്കം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു രാമായണ പരമ്പര തന്നെ കർക്കിടക മാസത്തിലൊക്കെ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ കർക്കിടക മാസം നാളെ തുടങ്ങുകയാണ്. അപ്പോൾ ആ രീതിയിൽ സ്വന്തം മതത്തിൽ മാത്രമല്ല മറ്റു മതങ്ങളിലുള്ള കൃതികളെക്കുറിച്ച് പോലും, അപ്പോൾ ഈ കഥകളി പദം പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ കമ്പാരിസനെ കുറിച്ച് ഇത് രണ്ടും യോജിക്കില്ല എന്ന് കണ്ടെത്താൻ അദ്ദേഹം യോഗ്യനാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. കാരണം അദ്ദേഹം ഈ തിരിയച്ചെരുവുകൾ, അദ്ദേഹത്തിന് അബുദാബി ശക്തി അവാർഡ് ലഭിച്ച, തായത്ത് അവാർഡ് ലഭിച്ച കൃതിയാണ് തിരിയച്ചെരുവുകൾ. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 വർഷം മുൻപ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഇനി വേടന്റെ വരികളിലേക്ക് വരാം. വേടന്റെ വരികളെ ഇവിടെ ജിമ്മി ജെയിംസ് കൃത്യമായിട്ടത് വിലയിരുത്തിയല്ലോ. അതിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന, പാടിയിരിക്കുന്ന വേടന്റെ ആ ഒരു ഗദ്യകവിതയായിട്ടാണ് നമുക്ക് ഈ ടെക്സ്റ്റ് മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു ഗദ്യകവിതയാണ്. അതായത് ഈ വൃത്തനിബദ്ധമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ഗദ്യകവിതയായി എഴുതി വെച്ചിരിക്കുന്ന വരികളിലൂടെ പോകുമ്പോൾ തോന്നുകയും അത് പാടി റാപ്പ് സംഗീതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരമാക്കി വേടന് മാറ്റാൻ കഴിയുകയും ചെയ്തിടത്താണ് ആ ഒരു രചനയുടെ പ്രസക്തി നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാതെ ഇപ്പോൾ ഈ ഒരു വരി എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഗദ്യകവിതയുടെ ഭാഗമായിട്ടേ തോന്നുകയുള്ളൂ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ അച്ചടിച്ച് വരുമ്പോൾ ഒരു വരി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സംഗീതം ആസ്വദിക്കുന്നതും വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വായിക്കുന്ന വരികളെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് കേട്ടുകൊണ്ട് വേടന്റെ ഒരു പെർഫോമൻസ് ഒരു QR കോഡ് സ്കാൻ ചെയ്തല്ല കുട്ടികൾ പഠിക്കുന്നത്. ഇതൊരു ഗദ്യകവിതയായി ഒരു പേപ്പറിൽ അച്ചടിച്ച് വരുന്ന ഒരു ഭാഗമായിട്ടാണ് കുട്ടികളുടെ മുന്നിലേക്ക് വരിക എന്നതുകൂടി നമ്മൾ നോക്കണം. സൊമാലിയൻ ബാല്യങ്ങൾ കുടിനീര് തേടി പലകാതം താണ്ടി, മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോന്തി. ഇങ്ങനെ 4 വരിയായി ഇത് എഴുതി വെക്കുമ്പോഴേക്കും വേടൻ ഉദ്ദേശിക്കുന്ന, വേടന്റെ ആ കൃത്യമായിട്ടുള്ള ആ വാചകങ്ങൾക്ക് കൊടുക്കുന്ന സ്ട്രെസ് അടക്കം വരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ നല്ല ഒരു കലാരൂപമായി മാറുന്നത്. അല്ലാതെ ഈ രീതിയിലാണ് ഇത് അച്ചടിച്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പർപ്പസ് സെർവ് ചെയ്യുമോ എന്നൊരു കാര്യം സ്വാഭാവികമായി അവിടെ ഞാൻ പറയട്ടെ, പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. അച്ചടിച്ച് വരുമ്പോൾ ഇത് അങ്ങനെയാണല്ലോ. അതായത് ഞാൻ പറഞ്ഞോട്ടെ, കഥകളി പദത്തിന്റെ കാര്യത്തിലേക്ക് ഗൗരി
കാശ്മീരിലേക്ക് വരാം. വേടൻ എന്ന് പൂർത്തിയായിക്കോട്ടെ, താങ്കൾ ഇങ്ങനെ അസഹിഷ്ണുനാകാതിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വരികളെ ഇത്രമാത്രം ഭയന്നിട്ട് ഒഴിവാക്കുന്നതാണോ? അതിന്റെ ഉത്തരം അങ്ങനെയല്ല എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം വേടന്റെ ഗാനം അത് പേജ് 27 മോഡ്യൂൾ 4 യൂണിറ്റ് 21 പോപ്പ് സംഗീതം, റാപ്പ് സംഗീതം, അമേരിക്കൻ സംസ്കാരത്തിന്റെ ആധുനിക രൂപങ്ങൾ. അപ്പോൾ അതിൽ പോപ്പ് സംഗീതം എന്താണെന്ന് പറയുന്നു, മൈക്കൽ ജാക്സനെ കുറിച്ച് പറയുന്നു, റാപ്പ് സംഗീതത്തെ കുറിച്ച് പറയുന്നു. അവിടെ സംഗീതത്തിന് വലിയ പ്രാധാന്യമില്ല, ചലനങ്ങളിലൂടെയും നൃത്തച്ചുവടുകളിലൂടെയും വൈവിധ്യമാർന്ന ശബ്ദ സന്നിവേശത്തിലൂടെയും സൃഷ്ടിക്കുന്ന ഒരു പ്രകടനമാണ്. താളാത്മകമായ സംഭാഷണ ചൊല്ലുകൾ കൊണ്ട് സഹൃദയരെ ഇളക്കിമറിക്കുക. അവിടെയാണ് എനിക്കിതിൽ ഈ ഫൈൻഡിങ്ങിനോടൊരു വിയോജിപ്പുള്ളത്. കാരണം ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ തന്നെ ആളുകളെ സഹൃദയരെ ഇളക്കിമറിക്കുക തന്നെയല്ലേ വേടനം ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പാരിസന് വിധേയമാക്കിയാൽ എന്താണ് കുഴപ്പം? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം അതിനെ താരതമ്യപ്പെടുത്താൻ സിലബസിൽ ആവശ്യപ്പെടുന്നില്ല. അവിടെ ദേ ഡോണ്ട് കെയർ അബൌട്ട് us എന്ന മൈക്കൽ ജാക്സന്റെ ഗാനം, വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം, ഇതിന്റെയും സംഗീത സവിശേഷതകളെ കുറിച്ചാണ്, വരികളെ കുറിച്ച്, അച്ചടിച്ച് വെച്ചിരിക്കുന്ന വരികളെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് ഇവിടെ സംഗീത സവിശേഷതകളാണ്. എങ്ങനെയാണ് ആ റാപ്പ് സംഗീതം പ്രസന്റ് ചെയ്യുന്നത്, അതാണ് ഇവിടെ താരതമ്യത്തിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് വേടന്റെ വായ്ത്താരിയാണ്. ലോകത്ത് അനേക കാലങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളെ ഇതൊരു ഇന്റർനാഷണൽ കവിത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതൊരു റാപ്പ് സംഗീതം അല്ലെങ്കിൽ ഇതൊരു ഇന്റർനാഷണൽ കവിതയാണ്, ഒരു ഇന്റർനാഷണൽ ഗദ്യ കവിത. കാരണം ഇന്റർനാഷണൽ ആയിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടന്ന പല പല ഇടങ്ങളിലെ സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള അതിനെല്ലാത്തിനും ചേരുന്ന രീതിയിൽ ഒരു ഇഴയടുക്കം കൊണ്ടുവന്നിട്ടുള്ള ഒരു രചനയായിട്ടാണ് വേടൻ അത് എഴുതിയിരിക്കുന്നത്. ഇതിൽ കേൾവിക്കാരുടെ മനസ്സുകളിൽ ഒരു നിമിഷം ആ സംഭവത്തെക്കുറിച്ചുള്ള സ്മരണകൾ ഉണർത്തുക എന്നതാണ് ലക്ഷ്യം. ചിലയിടത്ത് വസ്തുതാപരമായ തെറ്റുകളും ആശയപരമായ വൈരുദ്ധ്യങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം പൊതു സ്വഭാവമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിൽ BA മലയാളം വിദ്യാർത്ഥികൾക്ക് ഈ സംഗീത സവിശേഷതകളെക്കുറിച്ചുള്ള താരതമ്യം അപ്രാപ്യമാണ് എന്ന് പറയുകയാണ്. അല്ലാതെ വേടന്റെ വരികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഞാൻ ആ വരികളെക്കുറിച്ച് പറയാനുള്ള കാരണം ഇപ്പോൾ താങ്കൾക്ക് ബോധ്യമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ വരികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഈ ഫൈൻഡിങ്ങിൽ വേണ്ടേ? വരികളെക്കുറിച്ചുള്ള അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ഒരു കുഴപ്പവും ഇതിൽ കാണുന്നില്ല. ഇതിൽ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നിഗമനത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ സംഗീതപരമായ സവിശേഷതകളെക്കുറിച്ചുള്ള താരതമ്യം. മൈക്കിൾ ജാക്സനെ കുറിച്ച് അറിയാത്തവരായിരിക്കും 18 വയസ്സുള്ള ഒരു BA മലയാളം വിദ്യാർത്ഥി എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അല്ലെങ്കിൽ വേടന്റെ പാട്ട് കേൾക്കാത്ത ഒരാളായിരിക്കും ഒരു BA മലയാളം വിദ്യാർത്ഥി എന്ന് നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പഠിപ്പിക്കേണ്ട എന്ന ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് M ബഷീർ എത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യമാണ്. അത് ഇവിടെ വേടനെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേടന്റെ സംഗീതം ഇഷ്ടമല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഇത് രണ്ടും കൂടി വിദ്യാർത്ഥികൾക്ക് പറ്റില്ല എന്നുള്ള ഒരു പൊതുവൽക്കരിച്ചുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ആ കൺക്ലൂഷനിലേക്ക് എങ്ങനെ M ബഷീർ എത്തി? M ബഷീർ BJP അനുഭാവിയാണോ? അല്ല. BJP കാരനാണോ? അല്ല. സംഘപരിവാറുകാരനാണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എടുത്തു നോക്കിയത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം നേരത്തെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോലി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ കോഴിക്കോട്ടേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പാട്ട് ഒഴിവാക്കിയ ഗൗരിയുടെ പാട്ട് ഒഴിവാക്കിയതടക്കം അതിന് പിന്നിൽ വിവാദങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ശ്രമമാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു തരത്തിലും എങ്ങനെയൊക്കെ പരിശോധിച്ചാലും, ഞാൻ കുറച്ച് ആളുകളോടൊക്കെ ചോദിച്ചു, പക്ഷേ ആരും ഇദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ചായ്വിനെ കുറിച്ച് പറയുന്നില്ല. എന്തുകൊണ്ട് പിന്നെ M ബഷീർ എന്ന ഒരു അധ്യാപകൻ ഒരു വിമർശനാത്മകമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുന്ന, രാമായണ മാസത്തെക്കുറിച്ച് പരമ്പരകൾ എഴുതുന്ന ഇങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് ഇതിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ എന്തായാലും BA മലയാളം സിലബസിൽ ഈ പാഠഭാഗങ്ങൾ ഒഴിവാക്കുന്നതിന് വേടന്റെ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ വേടന്റെ ജാതിയുമായോ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.